ബിജെപിയുടെ പുതിയ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ പാർട്ടിയും അണ്ണാ DMK-യുമായുള്ള സഖ്യത്തിൽ ഉൾപ്രേരകമായി പ്രവർത്തിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ. നയിനാർ നാഗേന്ദ്രന്റെ സമുദായം, മേഖല, അണ്ണാ DMK-യുമായുള്ള പഴയകാല ബന്ധം എന്നിവയൊക്കെയാണ് BJP നേതൃത്വത്തെ ഈ രീതിയിൽ ചിന്തിപ്പിക്കുന്നത്. നാഗേന്ദ്രനെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ഇന്ന് പ്രഖ്യാപിക്കും. പദവിയൊഴിയുന്ന സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുമായി അണ്ണാ DMK ഒട്ടും രസത്തിലായിരുന്നില്ല. അണ്ണാമലയും അണ്ണാ DMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമിയും പ്രബല വിഭാഗമായ ഗൗണ്ടർ സമുദായത്തിൽ നിന്നുള്ളവരാണെന്നത് മാത്രമായിരുന്നില്ല ഒരിച്ചിലുകൾക്ക് കാരണം. ഇരുവരും കൊങ്കു മേഖലയിലെ നേതാക്കൾ കൂടിയാണ്. ജയലളിതയ്ക്കെതിരെ അടക്കം അണ്ണാമല നടത്തിയ പരാമർശമാണ് അണ്ണാ DMK-യെ NDA ബന്ധം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചത്. ഇരു പാർട്ടികളും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം നയിനാർ നാഗേന്ദ്രൻ പരിഹരിക്കുമെന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. ദക്ഷിണ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നുള്ള നയിനാർ നാഗേന്ദ്രൻ മറ്റൊരു പ്രബല സമുദായമായ തേവർ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. മുൻപ് അണ്ണാ DMK-യിലാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് പാർട്ടിയുടെ മന്ത്രിയുമായിരുന്നു. നാഗേന്ദ്രന്റെ ഈ പശ്ചാത്തലങ്ങളൊക്കെയാണ് മുന്നണി ബന്ധം പഴയപടിയാക്കുമെന്ന BJP-യുടെ വിലയിരുത്തലുകൾക്ക് പിന്നിൽ. 2017-ലാണ് അദ്ദേഹം BJP-യിലെത്തിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യും AIADMK-യും ഒന്നിച്ച് മത്സരിക്കുമെന്ന് ഇന്നലെ കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. അമിത്ഷായ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതും പുതിയ അധ്യക്ഷന് അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ തന്നെ. സംസ്ഥാനത്ത് EPS-ന്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് BJP ഇക്കുറി അണ്ണാ DMK-യ്ക്ക് കൈകൊടുത്തിരിക്കുന്നത്, അതും ഉപാധികളില്ലാതെ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.